എന്നാ നിനക്ക് ഓർക്കാനായിട്ട് കുറച്ച് ഓർമ്മകൾ കൂടി തരാം. അതും കൂടി കൊണ്ടുവെക്കോ. എന്തോറ്റി? നോക്ക്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ തെറ്റാ. ഇത്രയും നാളും നിനക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നിനക്കെല്ലാം പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടല്ലേ? ഞാൻ പറയുന്ന എന്താന്ന് വെച്ചാ, ഈ സ്ഥലം തീരെ ശരിയല്ല. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോവാം. മിണ്ടരുത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിനക്ക് എന്നെ വിട്ടു പോകുന്നതിൽ യാതൊരു വിഷമവും ഇല്ല. ബ്യൂട്ടി പാർലർ പോയിട്ട് വരാൻ എത്ര നേരം എടുക്കുന്ന എല്ലാവർക്കും അറിയാം. പാർലറിൽ പോയോ? എന്നിട്ട് എന്തൊക്കെ ചെയ്തു? നീ വന്നേ. ആരെങ്കിലും പേരെഴുതണോ? എത്ര പേരുടെ പേരെഴുതും ചേച്ചി? കയ്യില് സ്ഥലം തികയാതെയാവും. സ്പെഷ്യലായിട്ട് ഒരാളുണ്ടാവില്ലേ, എല്ലാം നടന്നിട്ടുള്ള ഒരാള്. അതല്ലേ ഏട്ടത്തി പ്രശ്നം. എല്ലാവരുടെ എല്ലാം നടന്നിട്ടുണ്ട്. കണ്ട ഭയങ്കര പാവോ, പക്ഷെ നീ കുറച്ച് കൂടിയതാ. എന്ത് ഭ്രാന്താണിത്? ഇതൊരു കല്യാണ വീടാ. ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ, നീ എന്നെ കൊലയ്ക്ക് കൊടുക്കാന്നാ തോന്നുന്നേ. നാളെ നീ പോയാ പിന്നെ നീലത ഞാൻ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് വന്നതാ. നിനക്ക് ഇതിനെ മിസ് ചെയ്യുന്ന ബുദ്ധിമുട്ടാ. എന്തുപറ്റി? നാളെ ഞാൻ പോവും. ഇനി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാ നിനക്ക് ഓർക്കാനായിട്ട് കുറച്ച് ഓർമ്മകൾ കൂടി തരാം. അതും കൂടി കൊണ്ടുവെക്കോ. എനിക്ക് മൈലാഞ്ചിട്ടത് മതി. ഇനി ബാക്കിയുള്ളവർ കൂടി ഇട്ടു കൊടുക്ക. ഞാൻ എന്റെ ഫ്രണ്ട്സുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. പാവ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നതല്ലേ, അപ്പൊ പേടിയുണ്ടാവും. പ്രാന്തി. നോക്കട്ടെ. ഓ വൗ, സോ നൈസ്. ഒന്ന് വേഗം എഴുന്നേക്കടാ. എടിയൊന്ന് തുറന്നേ. ഞാനിവിടെ നിന്റെ കല്യാണത്തിന് വന്നിട്ട് നീ അകത്തേറി വാതിലടച്ചിരിക്കുകയാണോ? യാഷി, എന്താ? കെട്ടിയവന്റെ വീട്ടിൽ ചെന്നിട്ട് വാതിലടച്ചിരുന്നാ പോരെ? ഇപ്പൊ ഇവിടെ ഇരിക്കേണ്ട കാര്യം എന്താ? ഒന്നുമില്ലടി.
എടി അനിതേ, എന്നെ പറ്റിക്കാൻ നോക്കരുത്. ഇവിടെ എന്തോ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഫാമിലിയിൽ എല്ലാവരും ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കും. അയ്യോ വേണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത് പ്ലീസ്. ഡാ, നീ ഒന്നും മിണ്ടരുത്. അല്ലടി, നീ വെർജിനാണെന്നല്ലേ നീ എന്നോട് പറഞ്ഞിരുന്നത്? അല്ല യാഷി, ഞാൻ പോവാൻ പോവല്ലേ, അപ്പോ ഇവന് ഭയങ്കര വിഷമമായി പോയി. അത് ശരി, അതുകൊണ്ട് കാണാൻ വന്നത്? നിങ്ങൾ മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇതിവിടെ എല്ലാവരോടും പറയും. എടി യാഷി, നീ ആരോടും പറയല്ലേ, നീ എന്റെ കൂട്ടുകാരിയല്ലേ. കൂട്ടുകാരിയാണ്, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഷെയർ ചെയ്യടി. കെട്ടിയോനൊന്നും അല്ലല്ലോ. എന്താ എടാ, നീ ഒന്ന് സമ്മതിക്കേ. ഞാൻ പോയി കഴിഞ്ഞാലും ഇവള് നിന്നെ എന്റെ കുറവ് അറിയിക്കില്ല. സമ്മതിക്കടാ പ്ലീസ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ കിടക്കയില് ആ ഭർത്താവിന് മുന്നേ നീ എന്റെ കൂടെ കിടക്കണം. എടാ, അതൊക്കെ എങ്ങനെ നടക്കും? എങ്ങനെ കിടക്കുന്നു നീ കണ്ടുപിടിക്കണം. ശരി. ശരി, ഈ പാതിരാത്രി ആരാ വിളിക്കുന്നേ? അയ്യോ, അങ്ങേരുടെ ഫോണാ. എന്നാ പിന്നെ ഇതങ്ങ് കാണിച്ചു കൊടുക്ക്. പൂടി പ്രാന്തി, അങ്ങേർക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വന്ന് ചത്തുപോകും. ഹലോ, പറയ്. ഇത് കണ്ടോ, ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി. ലൈറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അച്ഛനും അമ്മയും ഉണ്ടാവില്ലല്ലോ, അപ്പോ ഈ കല്യാണത്തിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ അവിടെ ആരാ നോക്കാൻ പോന്നേ? കൊച്ചച്ഛനും ചിറ്റയും ഉണ്ടല്ലോ. പിരിഞ്ഞിരിക്കുകയാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവര് നോക്കുന്നുണ്ട്. എന്തു പറ്റി? എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല, ഞാനവിടെ എന്താ പറയാ, ഒറ്റയ്ക്കാവുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക്. ഞാനുണ്ടാവില്ലേ? പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ ആകെ തളർന്നിരിക്കുക. എന്നെ നാളെ എന്തായാലും ഉറക്കില്ലല്ലോ. അപ്പൊ തൽക്കാലത്തേക്ക് ഗുഡ് നൈറ്റ്. ഓക്കെ മോളെ, ഓക്കെ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ബൈ, ഗുഡ് നൈറ്റ്. പിന്നെ എന്റെ ഫ്രണ്ട് ഒരു പാവം പെണ്ണ.
അവള് ചോദിച്ചതൊക്കെ കിട്ടിയിട്ടുണ്ട്. ശരി. ഇവളാണെങ്കിൽ ഭയങ്കര കൊടുക്കലും കൂടിയാ. സ്നേഹേ, നിങ്ങൾ ഇവളെ ഒരുപാട് സ്നേഹിക്കണം. അങ്ങനെയാണെങ്കിൽ താനും കൂടി ഞങ്ങളുടെ കൂടെ വാ. എന്റെ സ്നേഹം നേരിട്ട് കാണാമല്ലോ. ആണോ? ഞാൻ വന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അല്ലെങ്കിലും ഈ കുടുംബത്തിലൊരു ചടങ്ങുണ്ട്. ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഒരു 3-4 ദിവസം തങ്ങണം. അപ്പൊ മണവാട്ടിക്ക് സന്തോഷാവും. നിങ്ങൾ ധൈര്യമായിട്ട് അയക്കൂന്നേ. ഞങ്ങൾ അവിടെ ഒറ്റയ്ക്കല്ലേ. ഇവക്ക് സന്തോഷമാവട്ടെ. ഒരുപാട് നേരമായിട്ട് കാത്തിരിക്കുക അല്ലേ? ഇന്ന് നിന്റെ എല്ലാ പരാതിയും ഞാൻ മാറ്റിത്തരാം. ഇത് നിനക്കുള്ളൊരു ചെറിയ സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. മറ്റൊരെണ്ണം കൂടി ഉണ്ട്. അത് ആദ്യ രാത്രി ഒന്ന് കഴിയട്ടെ. ഒരു മിനിറ്റ്. ആദ്യം ആ പാലൊന്ന് കുടിക്കേ. അങ്ങനൊരു ചടങ്ങുണ്ടല്ലേ? മാഡം പറയുന്നത് പോലെ. എന്നെ തൊടരുത്. എന്തുപറ്റി? ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ കല്യാണം കഴിച്ചു എന്തിനാ? എന്നുവെച്ചാ? എന്നുവെച്ചാലോ, ഞാൻ വിചാരിച്ചത് നിങ്ങൾ എന്നെ ഉണർത്തുവെന്ന. പക്ഷെ ഇന്നലെ എന്നെ ഓണാക്കിയിട്ട് നിങ്ങൾ ഓഫായി പോയി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ എന്തായിരിക്കും സംഭവിച്ചത്? നോക്കട്ടെ.
ഞാൻ ഇത്ര പെട്ടെന്ന് ഉറങ്ങിപ്പോയോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മള് രണ്ടും കൂടി ഒരു ഹോട്ടൽ റൂം എടുത്തുന്ന്. ആ പക്ഷേ എന്താ? ഇത് ലൈഫിലെ സുന്ദരമായിട്ടുള്ളൊരു മൊമെന്റ് ആണ്. ഇതിന്റെ സൗന്ദര്യം നശിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അതൊക്കെ നമുക്ക് കല്യാണം കഴിഞ്ഞു മതി. അപ്പോ നമ്മൾ ഈ ഹോട്ടലിലേക്ക് എന്തിനാ വന്നത്? സംസാരിക്കാൻ വേണ്ടി. എന്താന്ന്? എനിക്ക് തോന്നുന്നു നമ്മൾ തമ്മിൽ കാണുമ്പോൾ നീ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും. അതുകൊണ്ട് ഇനി നമ്മുടെ കല്യാണം നടക്കുന്നത് വരെ നമ്മൾ തമ്മിൽ കാണില്ല. ഞാനിവിടെ എന്തൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വന്നതാ, എന്നിട്ട് ഇവന് സംസാരിക്കണമെന്ന്. ശരി, ബൈ. നിക്ക്, ഞാനൊന്ന് പറയട്ടെ. വൃത്തികെട്ടവള്. ഹലോ, അതെ, ഇത് എവിടെയാ? എപ്പോഴാ വരുന്നേ? വന്നിട്ട് എന്തിനാ? എന്ന് വെച്ചാ? നിന്നോട് ഞാൻ പറയേണ്ട കാര്യം എന്താ? ഞാൻ എപ്പോ വേണേലും വരും. നീ എന്റെ അമ്മയൊന്നുമല്ല, മനസ്സിലായോ? ഇപ്പൊ എന്നോടിങ്ങനെ ഒച്ച എടുക്കുന്ന എന്തിനാ? നിങ്ങൾക്ക് എന്താ പറ്റിയേ? പോയി വല്ലതും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അത് എന്റെ വീടാണ്. ഞാൻ എപ്പോ വേണേലും വരും. എന്തിനാ എങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? കുടിച്ചിട്ടെല്ലാം പറഞ്ഞായിരിക്കും. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. അതെ, പിന്നെ യശിക വിളിച്ചിരുന്നു. നാളെ കാണാമെന്ന് പറയുന്നുണ്ട്. യശി വന്നു കഴിഞ്ഞാ നീ എന്നെ മറന്നു കളയരുത്, കേട്ടല്ലോ? നീ എന്തായി പറയുന്നേ? വലിയ ദൂരമൊന്നുമില്ലല്ലോ. നീ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റിനകത്ത് ഞാനിവിടെ എത്തും. അങ്ങേര് വരാൻ സമയമെടുക്കും. അപ്പൊ നീ പോകുന്നതിന് മുമ്പ് നിന്റെ ഗിഫ്റ്റും കൂടി വാങ്ങിച്ചോണ്ട് പോയിക്കോ. ഗിഫ്റ്റോ? എവിടെ ഗിഫ്റ്റ്? ദാ ഇപ്പൊ തരാം. നീ മിണ്ടരുത്. അതുവരെ ചേട്ടാ. എടാ, മിണ്ടിയ കൊന്നുകളെ ഞാൻ. മറ്റുള്ളവരുടെ ഭാര്യമാര് തന്നെ വേണമല്ലേ നിനക്ക്? ശരിയാ, ഞാനായിരുന്നു മണ്ടൻ. അല്ലെങ്കിൽ നിന്നെയൊക്കെ വിശ്വസിക്കില്ലായിരുന്നല്ലോ. ഇത് കണ്ടോ? എന്റെ വിവാഹ ജീവിതത്തിലെ ഈ മുഹൂർത്തം എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി ഞാനിത് റെക്കോർഡ് ചെയ്തതാ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും എന്റെ ജീവിതം നശിപ്പിച്ച് കളഞ്ഞത്.